ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പം നമ്മളിന്ന് ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3D എന്ന് പറഞ്ഞൊരു ഗെയിമാണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. നമ്മൾ സ്റ്റാർട്ട് ആക്കിയപ്പോൾ പെട്ടെന്ന് തന്നെ അവരൊരു ആഡ് വന്നിട്ടുണ്ട്. അത് ഈ ഗെയിമിൻ്റെ കൂടെ തന്നെയുള്ള ആഡാണ്. പക്ഷേ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാത്തതുകൊണ്ട് അതിപ്പം ഇൻസ്റ്റാഗ്രാമിൻ്റെ ആഡൊക്കെ വരും. നമ്മൾ നൈസ് സ്കിപ്പ് അടിച്ച് വിടുകയാണ്. ഇപ്പം പെട്ടെന്ന് എങ്ങനെ നെറ്റ് ഓഫ് ചെയ്യാതെ ഈ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഈ ആഡ് ഒന്നും വരാതിരിക്കാൻ വേണ്ടി നെറ്റ് ഓഫ് ചെയ്തില്ലേ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ നെറ്റ് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഗെയിം ഇങ്ങനെ ലോഡായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തുടക്കത്തിൽ തന്നെ നമ്മൾ ഗൺസൊക്കെ കാണിച്ചു തരാം. പിസ്റ്റല്, AK-47, മിസൈല്, പിന്നെ കുറച്ച് സ്നൈപ്പർ പോലത്തെ ഒരു ഗണ്ണുണ്ട്. പിന്നെ കുറച്ച് ഗണ്ണൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ ഈ മൊബൈലിൻ്റെ അകത്താണ് എല്ലാം ഇരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് നമ്മുടെ സ്റ്റൈല് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഈ ഡ്രസ്സ് മാറ്റാനും അങ്ങനെ മാസ്ക് ഇടാനും അങ്ങനെ ബാഗ്സും ഒത്തിരി സംഭവങ്ങളുണ്ട് ഗൈസ്. ജസ്റ്റ് നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പം എന്തായിരുന്നു അത് മാറും ഗൈസ്. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് കൈ എടുക്കുക, ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യുക, അങ്ങനെ ചെയ്യുമ്പോൾ മാറും. അപ്പോൾ നമ്മൾ ഈ ഡ്രസ്സ് ഇട്ടപ്പോൾ ഉണ്ട്. ബാഗ് നമുക്കിങ്ങനെ സെലക്ട് ചെയ്യാം. നല്ല 3D ലുക്കുള്ള ബാഗൊക്കെ ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഗ്രേ ബാഗാണ് എടുക്കുന്നത്. അപ്പം നമ്മൾ ഇവിടെ മാസ്ക് കൊള്ളാത്തത് കൊണ്ട് നമ്മളങ്ങ് റിമൂവ് ചെയ്യുകയാണ്. ഇവിടെ ട്രെയിനിൻ്റെ കൺട്രോൾസ് സെറ്റിങ്സിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം തന്നെ ഒരു ചീറ്റ് കോഡ് അടിക്കാം. നമ്മളിവിടെ 3000 അടിക്കുന്നത്. ഈ H2 നിഞ്ച കവാസാക്കി H2R ഈ ഇതാണ് നമ്മൾ അടിച്ചേക്കുന്നത്, ചീറ്റ് കോഡ് അടിച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ക്യാരക്ടർ ഈ ഹെൽമെറ്റ് എടുത്ത് വെക്കും. ഹെൽമെറ്റ് എടുത്ത് വെച്ചു. അപ്പം നമുക്കിനി നമ്മൾ ആദ്യം തന്നെ റെയിൽവേ സ്റ്റേഷനിലോട്ടാണ് പോകുന്നത്. അപ്പോൾ അവിടെ ഒരു ട്രെയിൻ കിടപ്പുണ്ട് ഗൈസ്. ഇപ്പോൾ പുതിയതായിട്ട് വന്ന അപ്ഡേറ്റിൻ്റെ അകത്ത് വന്നൊരു ട്രെയിനാണ്. ഇവിടെ എയർപോർട്ടും കിടപ്പുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. ഈ ട്രെയിനും അതുപോലെ തന്നെ പുതിയ അപ്ഡേറ്റ് വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഹോഴ്സിൻ്റെയും അതുപോലെ തന്നെ ഈ ടാർസൻ കാറിൻ്റെ ഒക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളിത് നേരെ ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മളപ്പോൾ തന്നെ മറിഞ്ഞടിച്ച് വീണു ഗൈസ്. അപ്പോൾ നമുക്ക് ഈ ട്രെയിൻ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കാം. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ആ ഹെൽമെറ്റ് അങ്ങ് ഊരും ഗൈസ്. കണ്ടോ ഗൈസ്, ആ ട്രെയിനിൻ്റെ റിയൽ സൈസ് തന്നെയാണ്. നല്ല റിയലിസ്റ്റിക് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ക്ലിക്ക് ചെയ്യുമ്പം നമുക്കിവിടെ ഈ ട്രെയിനിൻ്റെ അകത്ത് കയറാൻ പറ്റും ഗൈസ്. അപ്പോൾ നമ്മളിവിടെ ജസ്റ്റ് ആക്സിലേറ്ററിൻ്റെ ബട്ടൺ കൊടുക്കുമ്പം അത് ഈ ജസ്റ്റ് നീങ്ങും ഗൈസ്. അതുപോലെ തന്നെ ആ ഹോണിൻ്റെ ബട്ടൺ കൊടുത്താൽ ഹോണ് വർക്ക് ആവുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ഈ സംഭവം കളിച്ചു തുടങ്ങിയിട്ട് കുറേ വർഷമായി ഗൈസ്. നമ്മൾ പണ്ടെങ്ങാണ്ട് ഈ ലോക്ക്ഡൗൺ സമയത്ത് അങ്ങനെ ഡൗൺലോഡ് ചെയ്ത ഗെയിമാണ് ഗൈസ്. നമ്മൾ അന്ന് മുതലേ കളിക്കുന്ന ഗെയിമാണ്. ഞാൻ പിന്നെ വിചാരിച്ചു നിങ്ങൾക്ക് കൂടെ ഈ ഗെയിം എങ്ങനെയുണ്ടെന്നൊന്ന് കാണിച്ചു തരാമെന്ന്. ഈ ട്രെയിൻ അധികം സ്പീഡില്ല ഗൈസ്. അതുപോലെ തന്നെ ഇതിന് ബോഗികൾ അത്രയൊന്നുമില്ല, ആകെ 3 എണ്ണമേ ഉള്ളൂ. പിന്നെ വേറെ സ്റ്റേഷൻസ് ഒന്നുമില്ല. നമ്മളിത് കറങ്ങി ആ സെയിം സ്റ്റേഷനിൽ തന്നെ വന്നിട്ടുണ്ട്. ഇപ്പം ട്രെയിന് സ്പീഡ് ഇങ്ങനെ പതുക്കെ കൂടി വരത്തുള്ളൂ. പക്ഷെ എന്നാലും നല്ല സ്പീഡില്ല ഗൈസ്. ഇപ്പോൾ നമ്മളിവിടെ ബ്രേക്ക് ഇടുവാണ് ഗൈസ്. ബ്രേക്ക് ഇട്ട് കഴിഞ്ഞാൽ അത്ര ഒട്ടും നിൽക്കില്ല ഗൈസ്. നമ്മൾ നൈസിന് ചാടി പുറത്തിറങ്ങുവാണെങ്കിൽ പെട്ടെന്നാണ് ഗൈസ് നിൽക്കുന്നത്. കണ്ട പെട്ടെന്ന് നിന്ന്. ഇനി നമ്മൾ ഇതിൻ്റെ അകത്ത് എൻജിൻ ഓൺ ആക്കുമ്പോൾ എൻജിൻ്റെ ഒരു സൗണ്ട് വരും. ഫോർവേഡ് വെക്കുമ്പോൾ ഓൺ നിൽക്കുന്ന ഹോണിൻ്റെ സൗണ്ട് വരും. ബാക്ക്വേർഡും പറ്റും, അവിടെ ബ്രേക്കും പിടിക്കാൻ പറ്റും. അപ്പോൾ നമ്മളിനി നമ്മുടെ സ്വന്തം റോൾസ് റോയ്സ് കാറിൻ്റെ ചീറ്റ് കോഡാണ് അടിക്കാൻ പോകുന്നത്. ഇപ്പം നമ്മൾ ആദ്യം അടിച്ചപ്പോൾ തെറ്റിപ്പോയി ഗൈസ്. നമ്മൾ 2000 അതിൻ്റെ ചീറ്റ് കോഡ്. അപ്പോൾ ചീറ്റ് കോഡ് അടിച്ചപ്പോഴത്തേക്ക് നമ്മുടെ റോൾസ് റോയ്സ് കാർ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരെ അതിൻ്റെ അകത്ത് കയറി ചേസ് ചെയ്യാൻ പോവാണ് ഗൈസ്. ഇതിനകത്ത് നമുക്ക് ചേസ് ചെയ്യാൻ പറ്റും. പക്ഷേ ചേസ് ചെയ്യുമ്പം ഈ കാറിനായിരിക്കും ഗൈസ് കൂടുതൽ സ്പീഡ്. കാരണം ഈ ട്രെയിനിന് ഈ സാധാ അതിൻ്റെ അകത്തുള്ള വെഹിക്കിൾസിനെക്കാട്ടി സ്പീഡ് വളരെ കുറവാണ് ഗൈസ്. നമുക്ക് നൈസിന് ചേസ് ചെയ്യും. കണ്ടോ ഗൈസ്, നമ്മൾ നൈസിന് ഓവർടേക്ക് ചെയ്ത് പോയിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഈ ട്രാക്കിൻ്റെ അകത്ത് ഈ കാർ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സൂപ്പറായിട്ട് ചതഞ്ഞ് കിട്ടും. അരച്ചെടുക്കണമെങ്കിൽ നൈസിന് അങ്ങ് അരച്ചെടുക്കാം ഗൈസ്. പറന്നൊക്കെ നമ്മളിങ്ങനെ പോകുന്നുണ്ട്. അത്രമാത്രം റിയലിസ്റ്റിക് ആണ് ഗൈസ്. ചത്തില്ലെന്നേ ഉള്ളൂ ഗൈസ്. അപ്പം നമ്മളിനി
പുതിയ അപ്ഡേറ്റ് വന്ന കാറാണ് പോർഷെ. അപ്പോൾ പോർഷെ കാർ നമ്മൾ 4000 ആണ് ചീറ്റ് കോഡ്. അതിൻ്റെ അകത്ത് വിളിച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ ഇതാ ചീറ്റ് ആക്ടിവേറ്റ് ആയിട്ട് നമ്മൾ അതിൻ്റെ അകത്ത് ഇപ്പോൾ കയറിയിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ നമുക്ക് ഈ പോർഷയ്ക്ക് നല്ല സ്പീഡുണ്ട് ഗൈസ്. അതുപോലെ തന്നെ നമുക്ക് നൈസിന് പെട്ടെന്ന് ട്രെയിനെ ചേസ് ചെയ്യാൻ പറ്റും. പക്ഷേ പോർഷയ്ക്ക് ഒരു കുഴപ്പമുള്ളൂ, ഇത് താന്നിക്കുന്ന കാറായതുകൊണ്ട് ഇതിൻ്റെ അകത്ത് ചെറിയ ഹമ്പുകളും ഒക്കെ വരുമ്പോൾ നമ്മൾ കാറിൻ്റെ അതൊന്നും തെറിച്ചങ്ങ് പോകും ഗൈസ്. അതാണ് ഇതിൻ്റെ കുഴപ്പം, നല്ല സ്പീഡാണെങ്കിൽ. അപ്പം അതേ ഉള്ളൂ ഇതിൻ്റെ ആകെയുള്ള പ്രശ്നം. അത് നമ്മളിപ്പോൾ ഈ ട്രെയിനൊക്കെ ചേസ് ചെയ്യാൻ പോകുമ്പോൾ മെയിനായിട്ട് നന്നായിട്ട് ആക്സിഡൻറ്റ് ആകും പറ്റും ഗൈസ്. ഇതിൻ്റെ അകത്ത് ചേസ് ചെയ്യുന്ന സമയത്ത് തന്നെ വേണമെങ്കിൽ ഇടയ്ക്ക് വെച്ച് എന്തെങ്കിലും ഹമ്പോ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്നാണ് ഇത് ഡാമേജ് ആവുന്നത്. അതുപോലെ കാറ് ജസ്റ്റ് ഒന്ന് റോഡിൽ കൂടെ ഓടിച്ച് എവിടെയെങ്കിലും ജസ്റ്റ് ഇപ്പം അടിയിൽ താന്നിരിക്കുന്ന കാറായതുകൊണ്ട് ഹമ്പ് പോലെ എന്തെങ്കിലും വന്ന് ചിലപ്പോൾ തട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ബമ്പറും എല്ലാം കളയി പോകും ഗൈസ്. തിരിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഐസ് ഇളകുന്നത്. അപ്പോൾ നമ്മളിവിടെ ട്രെയിനെ ഓവർടേക്ക് ചെയ്ത് പോവുകയാണ് ഗൈസ്. നമ്മുടെ ലക്ഷ്യം ഇവിടെ ഇതിൻ്റെ സ്റ്റേഷൻ ഉണ്ടല്ലോ, അവിടെ എത്തിയിട്ട് ബ്രേക്ക് പിടിച്ച് നിർത്താനാണ് ഗൈസ്. അപ്പോൾ കണ്ടോ ഗൈസ്, ഞാൻ ഹമ്പ് കയറി കഴിഞ്ഞാൽ അങ്ങനെയാണെന്ന് പറഞ്ഞതുപോലെ തന്നെ ഹമ്പ് കയറിയപ്പോഴത്തേക്ക് തെറിച്ചു പോയാണ്ട അത്രേ ഉള്ളു. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ ട്രെയിനിൻ്റെ ഫ്രണ്ടിൽ കയറുന്ന നമ്മൾ ചത്തു പോകും ഗൈസ്. ട്രെയിൻ വരുന്നു, ഓടിക്കയറാം പെട്ടെന്ന്. കണ്ട ഗൈസ്, ട്രെയിൻ വരുന്നുണ്ട്, കണ്ട നമ്മൾ ചത്തു ഗൈസ് പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ വീണ്ടും ഈ ചത്തത് കൊണ്ട് വീണ്ടും ഹോം സ്ക്രീനിലോട്ട് തന്നെയാണ് ഗൈസ് വരുന്നത്. ഗൈസ് കണ്ട നമ്മൾ വീണ്ടും ഹോം സ്ക്രീനിൽ വന്ന് പ്ലേ ഒന്നുകൂടെ ഞെക്കുകയാണ്. വീണ്ടും അത് ലോഡായി വരുന്നുണ്ട്. കണ്ട ഗൈസ്, മുമ്പേ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ വരെ പോയില്ല, ഇനി നമുക്ക് എയർപോർട്ടിൽ പോകാം ഗൈസ്. നമ്മൾ പുറത്തോട്ട് വന്നിട്ടുണ്ട്. നമുക്ക് 12:10 എന്നാണ് ഗൈസ് KTM ഉള്ളത്. അപ്പോൾ നമ്മൾ ആ ചീറ്റ് കോഡ് അടിച്ചു കൊടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ നേരെ അതിൻ്റെ അടുത്ത് കയറിയിരുന്ന് ഡയറക്റ്റ് എയർപോർട്ടിലോട്ട് പോവുകയാണ് ഗൈസ്. അവിടെയൊക്കെ പ്ലെയിൻ കിടക്കുന്നുണ്ട്, പക്ഷേ അതൊക്കെ ഡമ്മിയാണ് ഗൈസ്. ഇവിടെ ചെറിയൊരു പ്ലെയിൻ ഉണ്ട്, അത് മാത്രമേ ഇവിടെ വർക്ക് ആകത്തുള്ളൂ. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ എയർപോർട്ടിൽ ഇരിക്കുന്നത്. അപ്പം അതെ, നമ്മൾ എയർപോർട്ടിൻ്റെ എൻട്രൻസിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇതാണ് എയർപോർട്ട്, നമുക്ക് അകത്തോട്ട് കയറാം. ചില ദൂരെ ഒരു മഞ്ഞ കളർ സാധനം കാണുന്നുണ്ടല്ലോ, അതാണ് നമ്മുടെ പ്ലെയിൻ, അതാണ് പറക്കുന്ന പ്ലെയിൻ. ബാക്കിയൊന്നും പറക്കത്തില്ല ഗൈസ്. അതുപോലെ തന്നെ ഗൈസ് അവിടെ ഒരു ബിൽഡിംഗ് ഒക്കെ ഉണ്ട് ഗൈസ്, മറ്റേ കാർ പാർക്കിങ്ങിൻ്റെ ഒക്കെ. അപ്പോൾ നമ്മൾ അങ്ങോട്ട് ഓടിപ്പോവാം ഗൈസ്. അപ്പോൾ നമ്മൾ എടുത്തിട്ട് നമ്മൾ ഈ മുടിയും ഈ ഷർട്ടൊക്കെ കസ്റ്റമൈസ് ചെയ്യുന്ന ആ ഗാലറി എടുത്തിട്ട് ഈ ഡോറിൻ്റെ അടുത്തോട്ട് പോവുകയാണെങ്കിൽ കളർ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ കാണും ഗൈസ്. മിക്കവാറും എല്ലാ വണ്ടിക്കും കാണും. മിക്സ് കളർ, ഗ്രീന്, വയലറ്റ്, റെഡ്, RGB ആക്കാനും പറ്റും ഗൈസ്. ഇതുപോലെ ഇങ്ങനെ മിന്നി കത്തിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഈ എന്തായിരുന്നു വേറെ എല്ലാ വണ്ടിക്കും എല്ലാത്തിനും ചെയ്യാൻ പറ്റും ഗൈസ് ഇങ്ങനെ. പക്ഷെ ചില വണ്ടിയൊക്കെ ഉണ്ട്, ഡ്യൂക്ക്, KTM, അതിനൊക്കെ ഓറഞ്ച് കളറുള്ളതിനൊന്നും പറ്റില്ല ഗൈസ്. അതുപോലെ ട്രെയിനിനും പറ്റില്ല. അപ്പം ഇവിടെ അല്ലാതെ തന്നെ നമ്മുടെ ഈ പ്ലെയിനിൻ്റെ ഈ ചീറ്റ് കോഡ് അല്ലാതെ തന്നെ നമുക്ക് വേറെ ചീറ്റ് കോഡുണ്ട്. പോർഷയ്ക്ക് അത് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ജസ്റ്റ് അത് നമുക്കറിയാതെ എടുത്ത് പോയാൽ RGB ഇതിന് എല്ലാ കാറിൻ്റെ അത് മിക്കവാറും എല്ലാത്തിനകത്തും പറ്റും. അപ്പോൾ നമുക്കിത് ആ പ്ലെയിനിൻ്റെ വഴിയിൽ നിന്ന് അങ്ങോട്ട് മാറ്റിയിട്ടേക്കാം ഗൈസ്. നമുക്കത് പറത്തി നോക്കാനുള്ളതാണ്. ഗൈസ് നമ്മൾ മാറ്റിയിട്ടുണ്ട്. പിന്നെ പറഞ്ഞ പോലെ നമ്മുടെ ഈ പ്ലെയിനിൻ്റെ ചീറ്റ് കോഡ് 3/5 ഗൈസ്. വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് പറത്തി നോക്കാം ഗൈസ്. നമ്മുടെ പ്ലെയിൻ ഇവിടെ പറന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. സൂപ്പർ പ്ലെയിനാണ് ഗൈസ്. അപ്പോൾ പക്ഷേ പെട്ടെന്ന് അങ്ങോട്ട് കൺട്രോൾ കിട്ടത്തില്ല ഗൈസ്. ഇത് നമ്മൾ ഉദ്ദേശിക്കുന്നിടത്തോട് പെട്ടെന്ന് അങ്ങോട്ട് നീങ്ങത്തില്ല. അത് കാറ്റ് അനുസരിച്ച് കറക്റ്റ് വളഞ്ഞൊന്നും വരത്തില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് തിരിച്ച് എയർപോർട്ടിലോട്ട് തന്നെ പോകണ്ട. നമ്മൾ ഒത്തിരിയും വട്ടം പിടിച്ച് ഞെക്കി നല്ല പ്രഷർ കൊടുത്ത് കഴിഞ്ഞാൽ അത് തിരിയത്തുള്ളൂ ഗൈസ്. പെട്ടെന്ന് തിരിയത്തില്ല. കണ്ട അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ എയർപോർട്ടിൻ്റെ അടുത്തെത്തുകയെന്നും കൂടെ ചെയ്യും. പെട്ടെന്ന് ഇത് ലാൻഡ് ചെയ്യിപ്പിക്കാനും ഒക്കെ ഭയങ്കര പാടാണ് ഗൈസ്.
ഇപ്പോൾ എത്ര ഇട്ട് വളച്ചിട്ടും അത് നേരെ ആവാത്തതുണ്ട് ആ പ്ലെയിൻ. ഇപ്പോൾ ഇത്രയും നേരം പിടിച്ച് ഇത്ര സമയം എടുത്തിട്ടാണ് നേരെ ആയത്. വീണ്ടും അങ്ങനെ തന്നെ നമ്മളിവിടെ വീണ്ടും ആക്സിലേറ്റർ കൊടുത്തപ്പോൾ വീണ്ടും ഇങ്ങനെ പറക്കുന്നത്. ഹെലികോപ്റ്റർ പോലെ ഗൈസ് ബട്ടക്കോട്ടാണ് അവിടെ പറക്കുന്നത്. അപ്പോൾ നമ്മൾ വീണ്ടും താഴോട്ട് ഇവിടെ ലാൻഡ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോവുകയാണ്. ഓ മറിഞ്ഞടിച്ചൊക്കെയാണ് ഗൈസ്, കറങ്ങി തിരിഞ്ഞ് കണ്ട ഗൈസ്. വീണ്ടും ഹെലികോപ്റ്റർ പോലെ ഇങ്ങനെ മണ്ടക്കോട്ട് പറക്കുകയാണ് ഗൈസ്. പിന്നെ ഗൈസ് നമ്മൾ ഹെലികോപ്റ്ററിൻ്റെ ചീറ്റ് കോഡ് കാണിക്കാൻ മറന്നു, അത് നമ്മൾ കാണിക്കാം. അപ്പോൾ അത് നമ്മൾ നേരെ താഴോട്ട് ഇറക്കുകയാണ് ഗൈസ്. ഓ ഭയങ്കരമായിട്ട് അടിച്ച് ഇളകി ഇഞ്ഞു വന്നു ഗൈസ്. നമുക്ക് ലെസ്റ്റ് ഇതിൻ്റെ അകത്ത് നിന്ന് പുറത്തിറങ്ങാം ഗൈസ്. ഇനി നമ്മൾ ഇവിടെ നമ്മുടെ സ്പ്ലെൻഡറിൻ്റെ ചീറ്റ് കോഡ് കാണിച്ചു തരാം ഗൈസ്. സ്പ്ലെൻഡറിൻ്റെ ചീറ്റ് കോഡ് എന്ന് പറയുമ്പോൾ 9,000 ആണ് ഗൈസ്. അപ്പം ഈ ഹെലികോപ്റ്ററിൻ്റെ ഈ 8,000 ആണ് ഗൈസ്. അതുപോലെ തന്നെ നമ്മുടെ ഹെലികോപ്റ്ററിൻ്റെ കളർ മാറ്റാൻ പറ്റത്തില്ല, ഈ ഒരു ഫിക്സഡ് ആണ്. എയർഫോഴ്സ് എന്നൊക്കെ എൻ്റെ എഴുതി വെച്ചപ്പോണ്ട് ഗൈസ്. അപ്പോൾ നമ്മളിത് പറത്തുകയാണ്. ജോയ് സ്റ്റിക്ക് പിടിച്ച് തിരിച്ചപ്പോൾ അത് പറക്കുന്നൊക്കെ ഉണ്ട്. പ്ലെയിൻ പറത്തുന്ന അത്രയും വലിയ ടാസ്ക് അല്ല ഗൈസ് ഇത്. ഓ മറിഞ്ഞടിച്ച് വീണ്. ഒന്നും നേരെ പറക്കുന്നില്ല ഗൈസ്. മറിഞ്ഞടിച്ച് കിടക്കണം. അപ്പം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പം നമ്മൾ ഒത്തിരിയും ലെങ്ത് ആക്കിയിട്ട് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പം ചീറ്റ് കോഡ്സ് ഒക്കെ ഈ ഗെയിമിൻ്റെ അകത്ത് വേണമെങ്കിൽ നമ്മളൊരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നതാണ്. അതിനായിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇട്ടാൽ മാത്രം മതി. ഞാനത് അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.